നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മയമ്മവൻ ഒഴിഞ്ഞു പോയിട്ടും എനിക്ക് നേരെ അത് ഒരു അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിച്ചു. അടക്കി നിർത്താനും ശാന്തനാക്കാനും ബാധ്യതയുള്ള എന്റെ സംശയരോഗം കാര്യങ്ങളൊക്കെ ഇരട്ടി വഷളാക്കി. രണ്ടുപേരും രണ്ട് കരകളിലായി. പക്ഷെ ഒരു കുഴപ്പമുണ്ട് യാമിനി, ഇയാളെ പോലല്ല അയാള്. എല്ലാരും ഉപേക്ഷിച്ചാലും യാമിനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാം. എവിടെ പോയാലും ഒരു വരുമാനം ഉണ്ടാക്കാനുള്ള വിദ്യാഭ്യാസമുണ്ട്, ലോകപരിചയമുണ്ട്. പക്ഷെ അയാളുടെ അവസ്ഥ അതല്ല. ആകെ ഉണ്ടായിരുന്ന ഈ ഞാന് എന്നെ കൂടെ നഷ്ടപ്പെട്ട വിഭ്രാന്തിയില് ഇപ്പൊ എന്തൊക്കെയോ കാണിച്ചു കൂട്ടും. പക്ഷെ എല്ലാത്തിനും ഒരു അവസാനമുണ്ട്. എല്ലാം ആറി തണുത്ത് അവസാനം ശാന്തമായിട്ടെന്ന് ആലോചിക്കുമ്പോ എന്നെ കൂടെ നഷ്ടപ്പെട്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അയാൾ ചിലപ്പോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച ആ കുറ്റബോധം എന്നെ ജീവിതകാലം മുഴുവൻ വേട്ടയാടും. പ്രത്യേകിച്ച് വലിയ സ്വപ്നങ്ങളൊന്നും ഇല്ലാതെ ഒരു വീടിന്റെ കോണിൽ ഒതുങ്ങിക്കൂടിയിരുന്ന ആളാ ശാരിക. അയാളെ പിന്നാലെ നടന്ന് പ്രേമിച്ച് ഈ വിവാഹ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ഞാന്. വിവാഹം പോലും നിർബന്ധപൂർവ്വമായിരുന്നു എന്ന് പറയാം. അതില്ലായിരുന്നെങ്കിൽ അയാൾക്ക് മറ്റൊരു ജീവിതമെങ്കിലും ഉണ്ടായേനെ. ഇതിപ്പോ ഞാൻ മാത്രമല്ലേ കുറ്റവാളി. കണ്ണീര് നിറഞ്ഞ രണ്ട് കണ്ണുകള് എന്നെ ജീവിതകാലം മുഴുവൻ വേട്ടയാടിക്കൊണ്ടിരിക്കുക യാമിനി. പഞ്ചാഗ്നി മധ്യത്തിലും ആ പാപത്തിന് പരിഹാരം ഉണ്ടാവില്ല. ഏത് ഗംഗയിലും കൊണ്ടൊഴുക്കും ഞാൻ ആ പാപഭാരം. എനിക്ക് മനസ്സിലാവുന്നുണ്ട് രാജീവ്. സോറി, യാമിനെ കൂടി ഇതിലും ഉൾപ്പെടുത്താൻ പാടില്ലായിരുന്നു ഞാൻ. ഏയ് ഇറ്റ്സ് ഓക്കെ. എല്ലാം ഇപ്പോഴെങ്കിലും തുറന്നു പറയാനുള്ള മനസ്സ് കാണിച്ചല്ലോ രാജീവ്. ഇത് കുറച്ചുകൂടി മുന്നോട്ട് പോയിരുന്നെങ്കിൽ നമ്മൾ 3 പേരും പെട്ടുപോയില്ലായിരുന്നോ? ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നല്ലേ? പിന്നെ വിവാഹ ജീവിതത്തെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തു കൂട്ടുന്ന ഒരു പൈങ്കിളി നായികയൊന്നുമല്ല ഞാൻ. ജീവിതം എങ്ങനെയാണോ അത് അതുപോലെ അഭിമുഖീകരിക്കാം എന്നൊരു തീർച്ചയുണ്ട്. സോറി യാമിനി. യാമിനിക്ക് വേണ്ടി പിറന്ന ആള് ഇപ്പോഴും ഈ ലോകത്തിന്റെ ഏതോ ഒരു കോണിൽ കാത്തിരിപ്പുണ്ട്. എന്നെക്കാളും യോഗ്യനായിട്ടുള്ളൊരു ഭാഗ്യവാൻ. എന്തായാലും യാമിനിയുടെ പുരുഷൻ ഞാനല്ല. ശാരിക ഇനി എന്റെ ജീവിതത്തിലേക്ക് വന്നില്ലെങ്കിൽ പോലും അയാളുടെ ഓർമ്മകൾക്കൊപ്പം ജീവിച്ചോളാം ഞാൻ. ഞാൻ പറഞ്ഞില്ലേ രാജീവ്, ഇനി ഒരാൾ എന്റെ ജീവിതത്തിലേക്ക് വന്നില്ലെങ്കിൽ തന്നെ ഒറ്റയ്ക്ക് ജീവിതത്തെ ഫേസ് ചെയ്യാൻ റെഡിയാ ഞാൻ. അത്രയ്ക്ക് കയ്പുണ്ട് ആദ്യ ജീവിതത്തിലെ ഓർമ്മകൾക്ക്. Once again, I'm sorry. ഹേ, അങ്ങനെ സോറി ഒന്നും വേണ്ടടോ. ഇനി അതേപ്പറ്റി നമുക്കിടയിൽ സംസാരമൊന്നും വേണ്ട. നമുക്ക് നല്ല ഫ്രണ്ട്സ് ആയിട്ടിരിക്കാം. ഇപ്പൊ തൽക്കാലം ഓരോ കപ്പ് കോഫി കുടിച്ച് പിരിയാം. ഒന്ന് ഉഷാറാവടോ. നമ്മുടെ ജീവിതത്തിലെ ചില വഴിത്തിരിവുകൾക്ക് സാക്ഷിയായത് ആ ഹോട്ടലല്ലേ? അവിടേക്ക് തന്നെ പോവാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.